ഹലോ ഫ്രണ്ട്സ്, 1996 കാലഘട്ടം, ഒരു ഡിസംബർ മാസം, ആളുകളൊക്കെ ക്രിസ്മസ് ആഘോഷിക്കാൻ ഒരുങ്ങുന്ന സമയം. അപ്പം ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. ആ വർഷത്തിലാണ് എനിക്കൊരു ദൈവാനുഭവം ഉണ്ടായതും ഞാൻ അനുഭവിച്ച സത്യത്തെ, ആ അനുഭവത്തെ കൂടുതൽ അറിയാനും ആ സത്യാന്വേഷണത്തിൻ്റെ തുടക്കമിട്ട കാലഘട്ടമാണ്. ആത്മീയ ജീവിതത്തിന് ഒക്കെ വളരെ ആവേശത്തോടു കൂടി നിൽക്കുന്ന സമയം. കാലത്ത് വളരെ നേരത്തെ 4 മണിക്ക് എഴുന്നേറ്റ് പേഴ്സണൽ പ്രയർ കഴിഞ്ഞ് ബൈബിൾ വായിച്ച് പള്ളിയിൽ പോകുന്ന സമയം. അതാണ് ആ പ്രഭാതത്തിൽ ഞാൻ ആ മാസങ്ങളിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ ഒരു ദിവസം ഞാൻ പതിവ് പോലെ 4 മണിക്ക് എഴുന്നേറ്റ് എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞാൻ ബൈബിള് തുറന്നപ്പോൾ എനിക്ക് കിട്ടിയ ഭാഗം, ഒരു നിയമജ്ഞൻ യേശുവിനോട് ചോദിക്കുകയാണ്, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ അതിന് മറുപടി ആയിട്ടാണ് ഈശോ പറയുന്ന ഉപമ നല്ല സമരിയക്കാരൻ്റെ ഉപമയാണ്. ഒരുവൻ ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് പോവുകയായിരുന്നു. വഴിമധ്യേ കള്ളന്മാരുടെ കൈകളിൽ പെടുകയും അവര് അദ്ദേഹത്തിൻ്റെ വസ്ത്രം ഉരിഞ്ഞെടുത്ത് അദ്ദേഹത്തെ മർദ്ദിച്ച് അർദ്ധപ്രാണനാക്കിയിട്ട് അരികിൽ ഉപേക്ഷിച്ചു പോയി. ഈ ഉപമ നീളുന്നു. അവിടെ ആ ഉപമയുടെ അവസാനം ആളുകൾക്കൊക്കെ ഈ നല്ല സമരിയക്കാരൻ്റെ ഉപമ അറിയാവുന്നതാണ്. അതുകൊണ്ട് ഞാൻ ആ ഉപമ മുഴുവൻ പറയുന്നില്ല. അതിൻ്റെ അവസാന ഭാഗത്ത് ഇതിലാരാണ് നല്ലത് ചെയ്തത് എന്ന് ഈശോ നിയമജ്ഞനോട് ചോദിക്കുമ്പോൾ നിയമജ്ഞൻ പറയുന്നുണ്ട്, നല്ല സമരിയക്കാരനാണ് നന്മ ചെയ്തത്. അപ്പോൾ ഈശോ പറയുന്നു, നീയും പോയി നിത്യജീവൻ അവകാശമാക്കാൻ നീയും പോയി അതുപോലെ ചെയ്യുക. അപ്പോൾ ഈ വചനഭാഗമാണ് അന്ന് ആ ക്രിസ്മസ് നാളുകളിൽ പ്രഭാത പ്രാർത്ഥനയുടെ സമയത്ത് ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയത്. അപ്പം അന്നൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്കൊരു വചനഭാഗം കിട്ടുമ്പോൾ അത് എങ്ങനെ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കും എന്നുള്ള ഒരു ചോദ്യമാണ് എന്നിൽ ശക്തമായിരുന്നത്. ഇനി ഇങ്ങനെ ഒരു അർദ്ധപ്രാണന്റെ ഒരു സാഹചര്യം ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു തീരുമാനം അപ്പം തന്നെ ആ കാലത്ത് രാവിലെ തന്നെ ഞാൻ എടുത്തിരുന്നു. പിന്നെ ഞാൻ പള്ളിയിൽ പോകുമ്പോഴും തിരിച്ചു വരുന്ന സമയത്തും ഒക്കെ ഞാൻ ഈ അർദ്ധപ്രാണൻ വല്ലോടത്തും റോഡ് സൈഡിലോ വഴിയരികിലോ എല്ലായിടത്തൊക്കെ ഉണ്ടോ എന്ന് നോക്കുന്നുണ്ട്. അപ്പൊ കാലത്ത് പള്ളിയിലേക്ക് പോകുമ്പോഴും 2.5 കിലോമീറ്റർ നടന്ന് വേണം പള്ളിയിലേക്ക് പോകണമെങ്കിൽ അവിടുന്ന് തിരിച്ചു വരുമ്പോഴും ഒക്കെ നോക്കുന്നുണ്ട്. എവിടെയും ഞാൻ ഈ അർദ്ധപ്രാണനെ കണ്ടില്ല. അപ്പൊ അങ്ങനെ അന്ന് ഞാൻ പള്ളിയിൽ നിന്ന് വന്ന് പിന്നെ പറമ്പിൽ അപ്പനെ കൃഷിപ്പണിക്ക് സഹായിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ആ പാവൽ കൃഷിയുണ്ട്, വാഴക്കൃഷി, അതിനൊക്കെ സഹായിച്ച് അവസാനം വൈകുന്നേരമായപ്പോ അപ്പൻ ഒരു 3 വലിയ പാളംകുടം വാഴക്കൊല വെട്ടിക്കൊണ്ടുവന്നു. അപ്പോൾ അത് 2 കൊല അടിയിലും അതിൻ്റെ മുകളിൽ വേറൊരു കൊലയും വെച്ചിട്ട് അപ്പൻ ഈ വാഴവള്ളി കൊണ്ട് ഇങ്ങനെ കെട്ടി, നല്ല മുറുക്കി കെട്ടി എന്നോട് പറഞ്ഞു, നീ ഈ വാഴക്കൊല ഒന്ന് അങ്ങോട്ട് കുരിശുംപടിക്ക് ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവയ്ക്കുക. അപ്പോൾ അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുപ്പിന് 5 മണിയുടെ ഒരു മാർക്കറ്റിലേക്ക് ആൾക്കാർ പച്ചക്കറിയൊക്കെ കൊണ്ടുപോണ ഒരു ബസ്സുണ്ട്. അത് വെള്ളക്കാരിത്തടത്തിൽ നിന്ന് മലയോര പ്രദേശത്തു നിന്നാണ് വരണത്. അപ്പോൾ അത് കുരിശുംപടി എത്തുമ്പോൾ ഇവിടുന്ന് ഉള്ള
ആളുകളൊക്കെ അവിടെ സാധനങ്ങൾ കൊണ്ടുവച്ചിട്ട് വെളുപ്പിനാണ് ഇത് അങ്ങാടിക്ക് തൃശ്ശൂര് തരകലിക്ക് കൊണ്ടുപോവുക. അപ്പൊ എന്നോട് ഇത് കൊണ്ടുവയ്ക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ഈ കായക്കൊല അപ്പൻ എൻ്റെ തലയിൽ വെച്ച് വന്നു. അപ്പൊ സമയം ഏകദേശം ഒരു 6:30-7 മണി ഇരുട്ടായി തുടങ്ങി. അപ്പൊ ഞാൻ എൻ്റെ കയ്യിൽ ടോർച്ചുണ്ട്, ഈ കായക്കൊലയും തലയിൽ വെച്ച്. അപ്പൊ ഒരു മലഞ്ചെരുവിലാണ് ഞങ്ങളുടെ വീട്, അന്ന് പഴയ തറവാട് വീട്. ആ മലഞ്ചെരിവ് അന്ന് റോഡൊന്നുമില്ല, ഇന്നിപ്പോൾ അവിടെ ടാറിട്ട റോഡും ഒക്കെ ഉണ്ട്. അന്ന് ഈ ചവിട്ട് വഴിയാണുള്ളത്. അപ്പൊ ഈ ചവിട്ട് വഴി കൂടെ ഞാൻ ഈ ടോർച്ചടിച്ച് ഇങ്ങനെ ഈ കുന്ന് മുകളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിരപ്പാണ്. പിന്നെ ആ കുന്ന് ഇറങ്ങണം, ആ മല ഇറങ്ങിയിട്ടാണ് പിന്നെ അവിടെ കുരിശുംപടി എന്ന് പറയുന്ന ആ ബസ് സ്റ്റോപ്പ്. അപ്പൊ അവിടെ വരെ എത്തണം, കഷ്ടി ഒരു 3/4 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ എൻ്റെ മനസ്സിൽ ഈ കാലത്ത് അർദ്ധപ്രാണൻ കിടക്കുന്നുണ്ട്. പള്ളിയിൽ പോയപ്പോഴും വന്നപ്പോഴും ഒന്നും ഈ അർദ്ധപ്രാണില്ല. അന്നത്തെ ദിവസം കഴിയാറായി. ഇപ്പോ കായക്കൊലയും തലയിൽ വെച്ച് പോവാണ്. ആ സമയത്ത് ഞാൻ ഈ മലഞ്ചെരുവി കൂടെ ഈ ചവിട്ട് വഴി കൂടെ ഇങ്ങനെ കയറി പോണ സമയത്ത് പെട്ടെന്ന് സൈഡിൽ നിന്ന് ഒരു പരക്കം കേട്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു അത് വല്ല എലിയ അല്ലെങ്കിൽ മുയലെങ്ങാനും ഓടണ ശബ്ദമാവും എന്ന് വിചാരിച്ച് ആദ്യം ഞാൻ അധികം കാര്യമാക്കിയില്ല. പിന്നെയും അതിങ്ങനെ ആ പരങ്ങല്, ആ പരപരക്കം ശബ്ദം തുടർന്നപ്പോ ഞാൻ ആ ഭാഗത്തേക്ക് ടോർച്ചടിച്ചു. അപ്പോ നമ്മുടെ കാലത്ത് നമ്മൾ ബൈബിളിൽ കണ്ട ആ അർദ്ധപ്രാണൻ അവിടെ ആ കുറ്റിക്കാട്ടില് കിടക്കുന്നുണ്ട്. ഒരു 70-75 വയസ്സ് ഉണ്ടാവും. 70-75 വയസ്സ്, ഒരു ചെറിയ കാവിമുണ്ട് കൊടുത്തിട്ടുണ്ട്, ഷർട്ടില്ല, അർദ്ധനഗ്നനായിട്ടുള്ള ഒരു വൃദ്ധൻ അവിടെ ആ കുറ്റിക്കാട്ടില് അങ്ങനെ കിടക്കുകയാണ്. പെട്ടെന്ന് എനിക്ക്, അപ്പൊ ഞാൻ കാലത്ത് തൊട്ടേ ഞാൻ തയ്യാറായിട്ടുണ്ട്, അഥവാ ഇങ്ങനത്തെ ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഉണ്ടാവുകയാണെങ്കിൽ എന്തെങ്കിലും ചെയ്യണം. അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ മനസ്സിലേക്ക് ഈ വചനഭാഗം ഇതൊക്കെ ഓടി വന്നു. ഞാൻ ഈ കായക്കൊലയും കൊണ്ട് കുരിശുംപടി ബസ് സ്റ്റോപ്പിലേക്ക് ലക്ഷ്യമാക്കിയിട്ട് ഞാൻ വളരെ വേഗത്തിൽ നടന്നു. അവിടെ പോയി, അവിടെ ബസ് സ്റ്റോപ്പിൽ കുറച്ച് ആൾക്കാർ ആരോ നിന്നായിരുന്നു. അവരുടെ സഹായത്തിൽ ഈ കായക്കൊല തലയിൽ നിന്ന് ഇറക്കി അവിടെ ഒരു കയ്യാലത്തിട്ടുണ്ട്, അതുമേ ഈ കായക്കൊല ഇറക്കി വെച്ച് പെട്ടെന്ന് തിരിച്ച് നടന്നു. അങ്ങനെ നടന്നു വന്ന് ഞാൻ ആ മലഞ്ചെരുവ് കടയുള്ള ആ ചവിട്ടുവഴിയിലെ സൈഡിൽ ഞാൻ കണ്ടോടത്ത് ടോർച്ചടിച്ച് നോക്കുമ്പോൾ ഈ നമ്മുടെ ഈ അപ്പാപ്പൻ അവിടെ തന്നെ കിടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ മെല്ലെ അടുത്തേക്ക് ചെന്നിട്ട് ഈ തോളത്ത് ഇങ്ങനെ മെല്ലെ കൈകൊണ്ട് തട്ടിയിട്ട്, അപ്പോ ഇതെന്താ ഇവിടെ കിടക്കണേ എന്ന് ചോദിച്ചു. പെട്ടെന്ന് ഈ അർദ്ധപ്രാണന്റെ പോലെ കിടക്കുന്ന ഈ വയ്യാത്ത ഈ അപ്പാപ്പന്റെ പോലെ തോന്നിയ ആള് ഭയങ്കര ഒരു ശബ്ദത്തിൽ പറഞ്ഞു, ഈ വഴി സൈഡിൽ കിടന്നുറങ്ങാനും ഈ ലോകം സമ്മതിക്കില്ലേ എന്ന് ഒരൊറ്റ പൊട്ടിത്തെറി. അപ്പൊ അതില് ഞാൻ ആ ശബ്ദം കേട്ടപ്പോ എനിക്ക് മനസ്സിലായി അതിൽ ഒരുപാട് വിഷമവും വേദനയും ദേഷ്യവും വാശിയും ഒക്കെയുള്ള ഒരു പ്രതികരണമാണ് ഞാൻ ആ അപ്പാപ്പനിൽ കണ്ടത്. അപ്പൊ ഞാൻ ഒന്നുകൂടി സമാധാനമായിട്ട് ഒന്നുകൂടി പറഞ്ഞു, അപ്പാപ്പ ഈ തണുപ്പത്ത് ഇവിടെ കിടക്കണ്ട, എൻ്റെ വീട് ഇവിടെ അടുത്താണ്, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം, ഭക്ഷണം കഴിക്കുകയും അവിടെ കിടക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പാപ്പൻ പറഞ്ഞത്, കുറച്ചു നേരം ഇങ്ങനെ ഒരു നിശബ്ദത. പിന്നെ അപ്പാപ്പൻ പറഞ്ഞു, ഈ റോഡ് സൈഡിലൊക്കെ കിടക്കണ ആൾക്കാരെ ഓൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ അതൊക്കെ ശരിയാവണ കാര്യമാണോ? പറഞ്ഞ അത് കുഴപ്പമില്ല പാപ്പാ, കുഴപ്പമില്ല, നമുക്ക് മെല്ലെ വീട്ടിലേക്ക് പോവാം, എന്തിനാ ഈ തണുപ്പത്ത് കിടക്കണേ, പാപ്പ എവിടുന്നാ വരണേ എന്നൊക്കെ ഞാനിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും ഈ കിടന്ന കിടപ്പിൽ നിന്ന് എണീക്കുന്നൊന്നുമില്ല. കുറച്ചു നേരം ഞാനും ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ഈ അപ്പാപ്പനും ഇങ്ങനെ കിടക്കുന്നുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഈ അപ്പാപ്പൻ പറഞ്ഞു, മോൻ്റെ മുഖം ഒന്ന് കാണട്ടെ. അപ്പൊ ഇരുട്ടാണ്, മുഖം ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ ടോർച്ചടിച്ചപ്പോൾ ആളെൻ്റെ മുഖം കണ്ടു. മുഖം കണ്ടപ്പോൾ ഈ അപ്പാപ്പൻ മെല്ലെ എഴുന്നേറ്റ് അവിടെ ഇങ്ങനെ കയ്യും കുത്തി എഴുന്നേറ്റ് അവിടെ ഇരുന്ന് പിന്നെ ഈ അപ്പാപ്പനെ നമ്മൾ വീട്ടിലേക്ക് എത്തിക്കണ്ടേ. ഈ അർദ്ധപ്രാണൻ, ഈ നല്ല സമരിയാക്കാരന്റെ ഉപമ ഈശോ നിയമജ്ഞനോട് പറഞ്ഞതൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടന്ന് എക്ക കൊള്ളുകയാണ്. അപ്പൊ ആ വചനം എന്നില്
എങ്ങനെയാണ് എനിക്ക് പ്രാവർത്തികമാക്കുക, അതാണ് എൻ്റെ ഒരു ആവേശം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എന്തായാലും ഈ അപ്പാപ്പനെ ഇവിടുന്ന് പൊന്തിച്ച് കൊണ്ടുപോകണം എന്നുള്ള ഒരു ഇതിലാണ്. അപ്പൊ നമ്മൾ അങ്ങനെ പിന്നെ അവിടെ ഇരുന്ന് ഈ അപ്പാപ്പനോട് കുറച്ചൊക്കെ വർത്താനം പറഞ്ഞ് ഈ അപ്പാപ്പനെ മെല്ലെ മെല്ലെ ഒരു മനസ്സൊന്ന് തണുപ്പിച്ച് എടുത്തിട്ട് വേണം ഈ അപ്പാപ്പൻ എന്നാലേ വരുള്ളൂ എന്നുള്ള ആദ്യത്തെ തന്നെ പൊട്ടിത്തെറിയെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ അങ്ങനെ അവിടെ ഇരുന്ന് സമയം കുറച്ച് പോയി. അപ്പൊ വീട്ടിലാണെന്ന് വെച്ചിങ്ങ 7:30 8 മണിയോട് കൂടിയിട്ട് കൊന്തെത്തിക്കും. അത് കഴിഞ്ഞിട്ട് ഭക്ഷണം. അപ്പൊ ഞാൻ പോയിട്ട് കുറെ നേരമായി, എന്നെ കാണാനില്ല. അപ്പൊ അവര് കൊന്തയും കഴിഞ്ഞു, ഭക്ഷണം കഴിഞ്ഞിട്ട് കാണാണ്ടായി. ഇപ്പൊ അപ്പന് കലി നല്ലോണം വന്നിട്ടുണ്ടാവും. ഇത് എവിടേക്ക് ഈ ചെക്കൻ കായ്കലിയും കൊണ്ട് പോയനെ കാണാനില്ലല്ലോ. അപ്പൊ അമ്മയും പറയണ്ട, അവനെ കാണാനില്ലല്ലോ, അത് എവിടേക്ക് പോയ, ഇരിക്കത്തേക്കല്ലേ പോയേക്കണേ. അപ്പൊ അവിടെ ഒരു ടെൻഷൻ ഉണ്ട് വീട്ടില്. അപ്പൊ ഞാന് അന്ന് നമ്മള് 10 മക്കളായാലും അന്നൊക്കെ സിസ്റ്റേഴ്സിന്റെ ഒക്കെ കല്യാണം കഴിഞ്ഞു പോയി. പിന്നെ ചേട്ടന്മാരും അനിയന്മാരൊക്കെ ജോലിയായിട്ട് ഓരോരോ സ്ഥലങ്ങളിലാണ്. അപ്പൊ ഞാനും അമ്മയപ്പനും മാത്രമാണ് വീട്ടിലുള്ളത്. സാധനം ഏകദേശം ഒന്ന് സമ്മതിച്ചു, അപ്പാപ്പനൊന്ന് സമ്മതിച്ചു. എന്നാ ശരി, അത് ബുദ്ധിമുട്ടാവൂട്ടാ. ഈ അപ്പാപ്പ എന്നോട് പറയാ, വീട്ടിലേക്ക് എന്നെ കൊണ്ടുവരുമ്പോ അത് ബുദ്ധിമുട്ടാവില്ലേ? ഇല്ല അപ്പാപ്പ, അതൊന്നും കുഴപ്പമില്ല, നമുക്ക് പോവാന്ന് എന്നൊക്കെ പറഞ്ഞ് അവസാനം ഇങ്ങനെ നമുക്ക് അറിയുന്ന തരത്തിലുള്ള കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് ഇങ്ങോരനെ എഴുന്നേൽപ്പിച്ച് മെല്ലെ ഞാൻ ഈ അപ്പാപ്പന്റെ കൈ തോളത്തുകൂടെ ഇങ്ങനെ ഇട്ടിട്ട് വട്ടം പിടിച്ച് ഈ മലഞ്ചെരിവ് മെല്ലെ 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 ആൾക്ക് വയ്യ ഇറക്കി കൊണ്ട് ചെല്ലുമ്പോ വീടിന്റെ മുമ്പിൽ എത്തുമ്പോ അപ്പൻ ഉമർത്തന്നെ ഇരിക്കുന്നുണ്ട്. ഉമർത്ത് ആ ചവിട്ടുകല്ല് ഉണ്ട്, അതും ഇരിക്കുന്നുണ്ട്. അപ്പൊ എന്നോട് അപ്പൊ നല്ല അരിശത്തല്ലേ ഇരിക്കണത്. നേരം വൈകിയില്ലേ, കൊന്തയ്ക്ക് കൂടാനും ഇല്ല, ഭക്ഷണം കഴിക്കാനും ഇല്ല. അപ്പോ എന്നോട് ചോദിച്ചു, ഇതാ ആരാടത്? അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് അപ്പാപ്പൻ ആ വഴി സൈഡിൽ എടുക്കായിരുന്നു. ആ അപ്പാപ്പനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാ ഞാൻ എന്ന് പറഞ്ഞു. ഈ മനുഷ്യനങ്ങനെ ഇവിടെ കിടന്ന് ചത്തുപോയ ആരടാ സമാധാനം പറയാ? അപ്പൊ അപ്പം നോക്കുമ്പോ അങ്ങോട്ട് കായക്കൊല ഒരുവിധം മൂത്ത കായക്കൊല കൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ഒരു നല്ല പഴം പരിപാടിയുള്ള. അപ്പൊ അപ്പന് പിടിക്കോ? അപ്പൊ അപ്പം പറഞ്ഞു, ഈ നല്ലോണം വയ്യാത്ത വൃദ്ധനായിട്ടുള്ള ആളല്ലേ, ഈ മനുഷ്യൻ ഇവിടെ എങ്ങാനും കിടന്ന് ചത്തുപോയ ആരുടെ സമാധാനം പറയാ? അപ്പൊ ഞാൻ പറഞ്ഞു, ദൈവം. ഏത് ദൈവം? അപ്പൊ എനിക്ക് ഈ ദൈവാനുഭവം ഉണ്ടായതിനു ശേഷം എനിക്ക് ഈ വിധ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വഴി സൈഡില് ഈ കിടക്കുന്ന വൃദ്ധന് ഈ വചന ഒരു സൈഡിൽ ദൈവം പറയുന്നുണ്ട്, ഈ അർദ്ധപ്രാണം വഴി സൈഡിൽ കിടക്കുന്നുണ്ട്, നമ്മളതിനെ ഇങ്ങനെ വഴി നടത്തുന്നുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ അപ്പൊ എനിക്ക് അതാണ് ധൈര്യം. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഉറപ്പിലാണ് ഞാൻ പറഞ്ഞത്. ഈ ആൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത് ദൈവം നോക്കിക്കോളെന്ന് പറഞ്ഞു. അപ്പൊ അപ്പൻ പറഞ്ഞ, ഏത് ദൈവം? ചൂടായി. അപ്പൻ ചൂടായപ്പോ ഈ അപ്പാപ്പ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പിടിച്ചിട്ട്, ഇത് മോന്റെ അപ്പനാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ അതെ. ആളും അപ്പന്റെ അടുത്തേക്ക് ചെന്നിട്ട്, അപ്പന അല്ലെങ്കിൽ തന്നെ അരിശം വന്നിട്ടാണ് നിൽക്കണത്, ദേഷ്യ അരിശം നല്ലോണം വന്നിട്ടുണ്ട്. ഞാൻ നേരം വയ്യാല് പിന്നെ പോരാത്തതിന് ഈ അപ്പാപ്പനെയും കൊണ്ടാണ് വന്നേക്കണത്. അപ്പൊ അപ്പന്റെ കയ്യിന്റെ പൾസ് പിടിച്ചു നോക്കിയിട്ട് പറയാം, മോന്റെ അപ്പന് കുറച്ചേ പ്രഷർ കൂടുതലാ, ചികിത്സിക്കണമെന്ന്. ഇതൊക്കെ കേട്ടോടുകൂടി എരുതിയില് എണ്ണ ഒഴിക്കണ പോലെ അപ്പൻ അങ്ങോട്ട് റേസായിട്ട് ആ ചവിട്ടല്ലുമേ ആള് ഒരു ചവിട്ടി വാതില് ഒറ്റട എന്ന് പറഞ്ഞിട്ട് ഒറ്റടാ. എന്തിട്ടാ പറഞ്ഞേ? അറിയാത്ത പുള്ളേ ചൊറിയുമ്പോ അറിയുന്നു പറഞ്ഞിട്ട് അപ്പൻ വാതിലടച്ചു. അപ്പൻ പുള്ളി കയറി. അപ്പ എന്നോട് പറയാ, അപ്പൊ എങ്ങനെയുണ്ട്? മോനോട് ഞാൻ പറഞ്ഞതല്ലേ ഞാൻ ആ വഴി സൈഡിൽ കിടന്നോളാന്ന്. അപ്പൊ മോനാണ് പറഞ്ഞത് വീട്ടിലേക്ക് പോവാൻ, ചോറുണ്ണാൻ, ഭക്ഷണം കഴിക്കാൻ, അവിടെ കിടക്കാന്ന്. ഇപ്പൊ എന്തായി? ഞാൻ പോവാൻ മോനെന്ന് പറഞ്ഞു. അത് സാരില്ല, അപ്പാപ്പൻ നിൽക്കുന്നു. അപ്പൊ അമ്മ ഇങ്ങനെ കട്ടളപ്പടിക്ക് ഇങ്ങനെ കയ്യും വെച്ചിട്ട് നിൽക്കാണ്. എന്തൊരു കഷ്ടം. അപ്പൊ അമ്മയ്ക്കറിയാം ഞാൻ 2-4 മാസമായിട്ട് ഈ പ്രാർത്ഥനയും സൈലൻസും പള്ളിപ്പോക്കും ദൈവാനുഭവങ്ങളായിട്ട് ഇങ്ങനെ ഇതൊക്കെ ആയിട്ട് ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ അമ്മയ്ക്ക് നല്ലോണം ശ്രദ്ധിക്കുന്നുണ്ട് അമ്മ. അപ്പൊ ഇവനോട് അപ്പം പറഞ്ഞ പോലെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ഇവൻ ഈ ചോറിനാണ്ട് ഈ അപ്പാപ്പനെയും കൊണ്ട് ചിലപ്പോ എവിടെയാണോ അപ്പാപ്പൻ കിടക്കണം അവിടേക്ക് പോവും. അത്ര ഇതാണ് ഇവൻ ഇത്ര കുറച്ച് വ്യത്യാസം ഉണ്ടെന്നുള്ളത് അമ്മയ്ക്ക് അറിയാം. അപ്പൊ അമ്മ നോക്കുമ്പോ ഇനിയിപ്പോ എന്താ ചെയ്യാ? ഞാൻ പറഞ്ഞ അമ്മ എന്റെ ചോറും കൂടി തുറന്നേ. അപ്പൊ 3 ആളുകളുടെ ചോറല്ലേ അന്നുള്ളോ. അപ്പനമ്മയും കഴിച്ചിട്ടുണ്ടാവും. സമയം 9 മണി അങ്ങോട്ട് ആയിണ്ട്.
അപ്പോ അമ്മ അടുക്കളയിൽ പോയിട്ട് ഒരു പാത്രത്തില് ചോറും അന്നെന്തിട്ടാ എന്തോ തോരനും ഉണക്കമീനും വറുത്തതും ഉണ്ട്. അപ്പൊ അത് എടുത്തു കൊടുന്നു. ഞാൻ പറഞ്ഞു വേറൊരു കിണ്ണം കൂടി എടുത്തു കൊടുന്നു പറഞ്ഞു. അമ്മ വേറൊരു പ്ലേറ്റും കൂടി എടുത്തു കൊടുന്നു. ഈ എൻ്റെ ചോറ് പപ്പാതിയായിട്ട് ആ ഉപ്പേരി ഉണക്ക മീനിന്റെ ഇതൊക്കെ ഞാനും ആ പാപ്പനും കൊടുത്തു. ഞങ്ങൾ ആ ഉമർത്തി ഇരുന്നിട്ട് അപ്പൊ പാപ്പന് ഒന്നും സമാധാനാവും, അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് നല്ല ധൈര്യ, നമുക്ക് കിട്ടുന്ന ആ പ്രാർത്ഥനയുടെ ആ ധൈര്യം നല്ലോണം ഉണ്ട് നമുക്ക്. വചനല്ലേ വഴി നടത്തണേ. അന്ന് പ്രാർത്ഥന ദൈവാനുഭവത്തൊക്കെയുള്ള നല്ല ധൈര്യ. അപ്പൊ ഇനിയിപ്പോ നമ്മളെ അപ്പം പുറത്താക്കിയാലും കുഴപ്പമില്ല എന്നുള്ള ഒരു വകുപ്പാണ് നമ്മുടെ കയ്യിൽ. അങ്ങനെ അതൊക്കെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പൊ ഞാൻ മെല്ലെ വിശപ്പൊക്കെ ആളുടെ മാറിയപ്പോ ഞാൻ മെല്ലെ ആളുടെ വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞു. എന്താ പാപ്പൻ എവിടുന്നാണ് എന്താണെന്നുള്ളതൊക്കെ ചോദിച്ചറിഞ്ഞപ്പോ ആള് മെല്ലെ ആളുടെ വിശേഷങ്ങള് കുറച്ചൊരു മാനസികമായിട്ടുള്ള ഒരു വിഭ്രാന്തി പോലെ ഉണ്ട്. ചില നേരത്ത് എട്ടും പൊട്ടും ഇല്ലാണ്ടൊക്കെ വർത്തമാനം പറയുന്നുണ്ട്. ചില നേരത്തെ കുറച്ചൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെ ഉണ്ട്. അപ്പോ ഞാനിങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞപ്പോ പറഞ്ഞു ആളുടെ ചരിത്രം മെല്ലെ പറഞ്ഞു തുടങ്ങി. അപ്പൊ ആള് ഈ കോഴിക്കോട് മലപ്പുറം ആ ഭാഗത്തുനിന്ന് അങ്ങടെ ഉള്ള ആളാണ്. അപ്പൊ ആദ്യമൊക്കെ ഈ വാർക്കപ്പണിക്ക് ഒക്കെ നടന്ന ആളായിരുന്നു. അപ്പൊ ഒരു ദിവസം എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വാർക്കപ്പണിക്ക് വേണ്ടിയിട്ടുള്ള തട്ടടിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു. അതുമ്മ എന്തോ പണി ചെയ്യണ നേരത്ത് പെട്ടെന്നൊരു പലക പൊളിഞ്ഞ് തെറ്റ് അങ്ങോട്ട് ചെയ്തിട്ട് ആള് നേരെ കീപ്പിട്ട് പോകും. അങ്ങനെ തല അടിച്ച് വീണ് ആൾക്കാര് തലയൊക്കെ പൊട്ടി ആൾക്കാർ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി സ്റ്റിച്ചൊക്കെ ഇട്ട് ആൾക്ക് ഭേദമായി ഒക്കെ മാറി വീട്ടിൽ വന്നു. പക്ഷെ അതിന് ശേഷം ആൾക്കൊരു ചെറുതായിട്ട് ഒരു മനസ്സിന് ആൾക്ക് പതറിപ്പോയി. ഒരു മാനസികമായിട്ടുള്ള ഒരു വിഭ്രാന്തി, ഒരു ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെയായി. അപ്പൊ അങ്ങനെ കുറച്ച് ഇങ്ങനെ ഓർമ്മ ഇതാവുക, തെറ്റിച്ച് വർത്താനം സ്പെല്ലിങ് മാറിപ്പോവും. അങ്ങനെയാണ് ആൾക്കൊരു ചെറിയൊരു മാനസിക വിഭ്രാന്തി വന്നപ്പോ ഈ അവിടെ 2 മക്കൾ അങ്ങടാണ് ആൾക്ക്. അതില് ഒരാളുടെ കല്യാണം കഴിഞ്ഞ് വേറൊരു മോള്, ആ ആൾക്ക് കല്യാണാലോചനകൾ വരും. പല കല്യാണാലോചനകളും ഒന്നും നടക്കില്ല. അപ്പൊ നോക്കുമ്പോ തന്തയ്ക്ക് ഭ്രാന്താണ് എന്നുള്ള രീതിയിൽ കല്യാണങ്ങൾ മുഴുവൻ മുടങ്ങിപ്പോവുക. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോ ഈ കല്യാണങ്ങളൊക്കെ മുടങ്ങി പോയപ്പോ ഭാര്യയും മോളും കൂടി തുടങ്ങി വിസ്താരം. അവര് പെണ്ണ് കാണാൻ വന്നിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ വിസ്താരം, ഭാര്യയുടെയും മോളുടെയും. അപ്പൊ ആ കല്യാണം നടക്കണില്ലല്ലോ. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് വീട്ടില്. അപ്പൊ അതങ്ങനെ തുടർന്നപ്പോ ഒരു തീരുമാനം എടുത്ത്, ഞാൻ കാരണം കൊണ്ടാണ് എൻ്റെ മോളുടെ കല്യാണം നടക്കാത്തത് എന്നുള്ളത് ഇങ്ങോർക്ക്. അപ്പോ കുറച്ചൊക്കെ ഒരു ചില നേരത്തൊക്കെ ഒരു മാനസിക വിഭ്രാന്തി, വർത്താനം സ്പെല്ലിംഗ് ഒക്കെ തെറ്റിച്ച് പറഞ്ഞാലും അത്യാവശ്യം ബുദ്ധിബോധമൊക്കെ ആൾക്ക് ഉണ്ട്. അപ്പൊ ഉള്ള ബുദ്ധിബോധം വെച്ചിട്ട് ആൾ എന്ത് ചെയ്തു, ഒരു ദിവസം നേരം ഇരുട്ടത്ത് നേരം വെളുക്കണേക്കാൾ മുമ്പ് ആള് വീട് വിട്ട് അവിടുന്ന് വണ്ടി കയറി പോന്ന്. അങ്ങനെ കുറെ നാള് റോഡ് സൈഡിലൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോ അന്ന് 1992 മദർ തെരേസയൊക്കെ വന്നിട്ട്, നിങ്ങൾക്ക് അറിയായിരിക്കും, ചെന്നായപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആകാശപ്പറവുകളുടെ ഒരു സ്ഥാപനം ദിവ്യഹൃദയ ആശ്രമം എന്ന് പറഞ്ഞിട്ട് ജോർജ് കുറ്റിക്കലച്ചൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ജോർജ് അച്ഛന് ഇങ്ങനെ ഈ അനാഥര്, പാവപ്പെട്ടവര്, ഭക്ഷണമില്ലാത്തവര്, ഈ അർദ്ധപ്രാണനെയൊക്കെ റോഡ് സൈഡിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ അച്ഛൻ അവരേനെയൊക്കെ മെല്ലെ കൊണ്ടുവന്ന് താമസിപ്പിച്ചേർന്ന ഒരു സ്ഥാപനം ആള് ചെന്നായപ്പാറ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ജോർജ് അച്ഛന്റെ കണ്ണില് ഇങ്ങോര് വഴി സൈഡിൽ ഇങ്ങനെ നടക്കുന്നത് കാണുകയും ഇങ്ങോരനെ അവിടുന്ന് പൊന്തിച്ചു കൊടുന്ന് ഈ അവിടെയുള്ള ആശ്രമത്തിൽ, ചെന്നായപ്പാറ ആശ്രമത്തിലാക്കി. അപ്പൊ അവിടെ ആള് ഒരു മാസം അങ്ങോട്ട് കഷ്ടി ഒരു മാസം അങ്ങോട്ട് അവിടെ നിന്നുണ്ട്. അവിടെ എന്ന് പറഞ്ഞാൽ ഈ കള്ളുകൂടി, ഈ ബീഡി വലി, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അവിടെ പറ്റില്ല. അപ്പൊ ആ സ്വാതന്ത്ര്യത്തിൽ ആൾക്ക് കുറച്ച് കുറവ്. ആള് ബീഡി വലിക്കും, ബീഡി. സ്വാതന്ത്ര്യത്തിൽ കുറവ് വന്നപ്പോഴാണ് തോന്നുന്നുണ്ട് പുള്ളി, ഞാൻ ആ കണ്ട ദിവസം ഈ അവിടുന്ന് ചാടി രക്ഷപ്പെട്ട് അവിടുന്ന് ആ മല കയറി കഴിഞ്ഞാല് പിന്നെ കുന്നത്തങ്ങാടിയായി. എൻ്റെ വീടിന്റെ ആ കുന്നത്തങ്ങാടി കുറച്ച് നിരപ്പാണ്. പിന്നെ അവിടുന്ന് മല ഇറങ്ങി കഴിഞ്ഞാൽ എൻ്റെ വീട് മലഞ്ചെരുവില്. അപ്പൊ അവിടെ വന്ന് പിന്നെ ഇരുട്ടായില്ലേ, ഇരുട്ടായ ഒരു 7 മണി സമയമായപ്പോ ആള് നോക്കുമ്പോ ഇനിയിപ്പോ ഇവിടെ കിടക്കാന്നുള്ള രീതിയിൽ ഒരു കാൽമുണ്ട് മാത്രമല്ലോ, ഷർട്ടൊന്നുമില്ല. ഈ അർദ്ധപ്രാണൻ എന്നുള്ളത് അർദ്ധനഗ്നനായിട്ട് ഈ 10-25 വയസ്സുണ്ട് ഇവിടെ റോഡ് സൈഡിൽ. അപ്പൊ ഞാനാണെങ്കിൽ കാലത്ത്
ഈ നല്ല സമരിയക്കാരന്റെ ഉപമ വായിക്കും, ഈ അർദ്ധപ്രാണനെ സഹായിക്കണം എന്നുള്ള എൻ്റെ ഉള്ളിലുള്ള ഒരു ഇതും. അപ്പൊ കാലത്തോട്ട് ഈ അർദ്ധപ്രാണൻ എവിടെയാന്നുള്ളത് നോക്കിയിട്ട് നടക്കാണ് പള്ളിയിൽ പോകുമ്പോഴും വരുമ്പോഴൊക്കെ. ഇപ്പൊ ഇത് ഇങ്ങനെ. അപ്പൊ ഞാൻ നോക്കുമ്പോ ഞങ്ങള് ഈ അപ്പാപ്പൻ ഇവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞങ്ങള് ഉള്ള ഭക്ഷണമൊക്കെ പങ്കുവെച്ചു കഴിച്ചു. ഈ വിശേഷങ്ങളൊക്കെ പറഞ്ഞു വന്ന് നോക്കുമ്പോ രാത്രി 10-11 മണിയൊക്കെ കഴിഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പാപ്പ ഇനി ഓക്കെ. അപ്പൊ അപ്പാപ്പന്റെ മനസ്സ് നല്ലോണം ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും. ഉള്ളിലുണ്ടായിരുന്ന വിഷമം ബുദ്ധിമുട്ടൊക്കെ സങ്കടമൊക്കെ പറഞ്ഞപ്പോ ആൾക്ക് ശരിക്ക് ഒരു മഴ പെയ്ത് തോർന്ന പോലത്തെ ഒരു അവസ്ഥ ഉണ്ടായി തോന്നുന്നുണ്ട്. നല്ലൊരു തണുപ്പുണ്ടായിരുന്നോണ്ട്. അപ്പൊ ഇന്ന് എന്തായാലും അപ്പാപ്പ ഇവിടെ എടുക്ക്. നാളെ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ പറയുകയും ചെയ്യാം. നമുക്ക് അപ്പൊ ഞാൻ എൻ്റെ ഉള്ളിൽ വിചാരിച്ചു അയൽക്ക് നിന്നൊക്കെ കുറച്ച് വല്ല ചില്ലറയൊക്കെ സംഘടിപ്പിച്ച് എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ബാക്കിയുള്ള കാര്യം നാളെ ആലോചിക്കാം എന്നുള്ള രീതിയിൽ ഞാൻ ഈ അപ്പാപ്പന് അമ്മോട് പറഞ്ഞിട്ട് ഒരു പായ, അന്ന് ഈ പനമ്പ് പായ ഇതിലുണ്ടല്ലോ ഓലപ്പായ, ആ പായയും തലോണിയും ഒരു പുതപ്പും ഉമർത്ത് ഇട്ട് കൊടുത്തു. അങ്ങനെ ആള് ഞാൻ എന്നാ ശരി എന്ന് പറഞ്ഞു. അപ്പൊ അപ്പൻ വാതിൽ തുറന്നിട്ടില്ല. അപ്പൻ ആ ഒറ്റയടിക്ക് അറിയാത്ത പിള്ള ചൊറിയും പറയുന്നു പറഞ്ഞിട്ട് ആ ഒറ്റ എന്നുള്ള ഒരു അടിയും പിന്നെ തുറന്നിട്ടില്ല അപ്പൻ വാതില് അതിൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പൊ ഈ വിശേഷങ്ങളൊക്കെ അവിടെ കിടന്ന് കേൾക്കുന്നുണ്ടാവും. ഒന്നും മിണ്ടണില്ല. ദേഷ്യം വന്നില്ലേ? പ്രഷറിനെ ചികിത്സിക്കാൻ പറഞ്ഞില്ലേ, ഞരമ്പ് പിടിച്ചു നോക്കിയിട്ട് പ്രഷറിനെ ചികിത്സിക്കാന്ന്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ മുറിയിലേക്ക് മെല്ലെ വാതിൽ ചാരിയിട്ട് ഞാൻ ഉറങ്ങാൻ പോയി. 11 മണിയൊക്കെ കഴിഞ്ഞിട്ട് സമയം. അങ്ങനെ ഞാന് മെല്ലെ ഉറക്കത്തിലേക്ക് വീട് പോയി. നോക്കുമ്പോ ഇങ്ങനെ മെല്ലെ 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 ശബ്ദം ഉയർന്നു വരുന്നുണ്ട്. അപ്പൊ ഞാൻ ശ്രദ്ധിച്ചിട്ട് എന്തത് നോക്കുമ്പോ ആള് ഉറങ്ങിയിട്ടില്ല. ഈ അപ്പാപ്പ എണീറ്റിരുന്നിട്ട് പ്രാർത്ഥിക്കാണ്. അപ്പൊ ആദ്യമൊക്കെ ചെറിയ 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 ശബ്ദത്തിലായിരുന്നു പ്രാർത്ഥിച്ചായിരുന്നേ. പിന്നെ ആള് വളരെ ഇതായിട്ട് പിന്നെ കയ്യോട്ട് തുടങ്ങി. പിന്നെ അല്ലേലിയ. പിന്നെ അങ്ങോട്ട് ഭയങ്കര ഒച്ചലാണ്. കരിസ്മാറ്റിക്കാര് കയ്യോട്ടിട്ട് പ്രാർത്ഥിക്കില്ലേ, അല്ലേലിയ. ഈ തരത്തിൽ അങ്ങോട്ട് പ്രാർത്ഥന. അപ്പൊ ആ പ്രാർത്ഥിക്കണ ആർക്കൊക്കെയാണ്? എനിക്ക് വേണ്ടിയിട്ട്, അപ്പന് വേണ്ടിയിട്ട്, അമ്മയ്ക്ക് വേണ്ടിയിട്ട്, ഞങ്ങളുടെ സഹോദരൻ, കുടുംബം, കൃഷി, നാട്ടുകാര്, വീട്ടുകാര്, പറക്കണ കാക്ക, എല്ലാവർക്കും വേണ്ടി ആള് ഭയങ്കരമായിട്ടുള്ള പ്രാർത്ഥന. അപ്പൊ അവിടെയൊക്കെ ആശ്രമത്തിലൊക്കെ പ്രാർത്ഥിച്ച് ചിലപ്പോ എന്തെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെയുള്ളൊരു ഇതിലേക്ക് ആള് പോയി. ആളുടെ മനസ്സ് തണുത്തപ്പോ ആള് ഈ രാത്രിയാണോ ഈ പാതിരയാണോ എന്നുള്ളത് ആൾക്ക് അങ്ങോട്ട് കത്തതില്ല എന്നാണ് തോന്നുന്നുണ്ട്. എന്റെ ദൈവമേ, എന്താ ചെയ്യാ? ഇത് വലിയൊരു പ്രാർത്ഥന എന്ന് പറഞ്ഞ ഒരു ഒന്നൊന്നര. ഞാനാണെങ്കിൽ നോക്കുമ്പോ അത് മിണ്ടാണ്ടിരിക്കാൻ പറയാനും പറ്റുന്നില്ല. കാരണം ഇത് നല്ലൊരു ആത്മാർത്ഥമായിട്ടുള്ള, ഞാൻ അതുവരെ ഇത്ര ഇതിലുള്ള പ്രാർത്ഥന കേട്ടിട്ടില്ല. ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് നല്ല ഒരു ഇതിലാണ് ആള് പ്രാർത്ഥിക്കുന്നത്. ഞാൻ നോക്കുമ്പോ ദൈവമേ, ഇനി അപ്പനെ ഞാൻ ആലോചിക്കുന്നത് ഇങ്ങോരുടെ പ്രാർത്ഥനയെക്കാളും കൂടുതൽ ഇനി അപ്പനെങ്ങാനും വാതില് തുറന്നു കഴിഞ്ഞാൽ എന്താവും അംഗം. ഏതാണ് ഞാൻ അപ്പാപ്പനെ കൊണ്ടുവരും ചെയ്തു. ദൈവമേ, ഈ അർദ്ധപ്രാണൻ. ഞാനും പ്രാർത്ഥന തുടങ്ങി. ഞാൻ അവിടെ ഏറ്റിരുന്നിട്ട് എന്റെ കട്ടിലുമേ ഏറ്റിരുന്നിട്ട് ഞാനും പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്ത് ചെയ്യും ദൈവമേ, ഇതൊന്ന് നീ തണുപ്പിക്കണം എന്നുള്ള അപ്പൊ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചപ്പോ ഇത് മഴ പെയ്ത് തോരണ പോലെ മെല്ലെ 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 പ്രാർത്ഥനയുടെ ശബ്ദം താന്നു വന്നു. പാതിര സമയാണ്. സമയം ഒരു 12-1 മണി അങ്ങനെ ആയിണ്ടാവും. അപ്പോ നോക്കുമ്പോ ഞാനും മെല്ലെ വാതിലിന്റെ ഇടയിൽ നോക്കണ സമയത്ത് ഇങ്ങൊരു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് മെല്ലെ കിടക്കാനുള്ള ഒരു ഇതാണ്, കിടക്കാൻ നോക്കണം. അപ്പൊ എന്തായാലും സമാധാനമായിട്ട് ഞാൻ പിന്നെ കിടന്നു. പാതിരയില്ലേ സമയം. ഞാൻ പിന്നെ അങ്ങനെ ഉറക്കത്തിലേക്ക് വിടുപോയി. പിന്നെ നേരം വെളുത്ത് നായയുടെ കൊര കേട്ടിട്ട് ഞാൻ എനിക്കിപ്പോ ഒരു 5:30-6 മണി നേരം വെളുത്ത് വരുന്നുള്ളൂ. ഞാൻ പെട്ടെന്ന് ഏറ്റു. ഞാൻ ഈ കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ സംഭവം ഞാൻ മറന്നു. ഈ അർദ്ധപ്രാണനും കൊണ്ടുവന്നതും ഭക്ഷണം കൊടുത്തതും അപ്പൊ ഞാൻ മറന്നു. ഉറക്കത്തിൽ പെട്ടില്ലേ. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു, അയ്യോ നമ്മുടെ അപ്പാപ്പൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ വാതിൽ തുറന്ന് നോക്കുമ്പോ ഇട്ട് കൊടുത്ത പായും തലോണിയും പുതപ്പൊക്കെ അവിടെ മടക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ആളുടെ അതിലൊരു പ്ലാസ്റ്റിക് ചാക്കുണ്ടായിരുന്നു. കാലി അതിലെന്തൊക്കെയോ ഉണ്ടെന്നുണ്ട്. ആളുടെ ഡ്രസ്സ് എന്തെങ്കിലും ആവും. അപ്പൊ ആ പ്ലാസ്റ്റിക് ചാക്ക് നോക്കുമ്പോ അവിടെ കാണാനില്ല. ഞാൻ വിചാരിച്ചു ഇതെന്തത്. അപ്പൊ എനിക്ക് സംശയം, ഇപ്പൊ മൂത്രം വയ്ക്കാനെങ്ങാനും മുറ്റത്തേക്ക് ഇറങ്ങിയെന്ന് വെച്ചിട്ട് ഞാൻ മുറ്റത്തും പെരേര സൈഡിലും ചുറ്റോറൊക്കെ നോക്കി, ആളെ കാണാനില്ല. അപ്പൊ ഞാൻ അമ്മോട് പറഞ്ഞു, അമ്മേ നമ്മുടെ അപ്പാപ്പനെ എവിടെ? അപ്പാപ്പനെ കാണാനില്ല. ഒയ്യോ നോക്കിയേ അമ്മ. ഞാനും അമ്മയും നോക്കുമ്പോ അപ്പൻ മെല്ലെ വാതിൽ പറഞ്ഞു.
എന്തായിടാ, എന്തായി? ആ കുളത്തിലങ്ങനെ പോയി നോക്കടാ, കിണറ്റില് പോയി ചത്തിട്ടവിടെ നോക്കണം. അപ്പൊ അങ്കിളിന്റെ കുളം ഉണ്ട് അവിടെ, അതിന് വാക്കട്ടാത്ത കുളാണ്. അപ്പനെ ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കുക. ഈ നമ്മള് ഇത് ഈ സ്വന്തത്തിന് കൊണ്ടിട്ടുള്ള കാര്യങ്ങളല്ലേ ഈ അർദ്ധപ്രാണനും ഈ ദൈവേഷ്ടവും ഇതൊക്കെ. അപ്പൊ അപ്പനത് അങ്ങോട്ട് പിടിക്കുന്നില്ല. ഞാൻ അവിടെയൊക്കെ പോയി അന്വേഷിച്ച് നോക്കി, ആ അയലക്കത്തൊക്കെ നോക്കി. അങ്കിളുടെ വീട്ടുകാർ പറഞ്ഞു, ഇത് എന്തായിരുന്നു ഷാജിയോ, ഭയങ്കര പ്രാർത്ഥനയായിരുന്നല്ലോ വീട്ടില്, ഇത് എന്താ എന്ന് ചോദിച്ചു. അപ്പൊ അവരുടെ വിചാരം ഞാൻ ഈ ദൈവാനുഭവം പ്രാർത്ഥനയും പള്ളിപ്പൊക്കെ കഴിഞ്ഞ് നടക്കല്ലേ, അപ്പൊ ആരെങ്കിലും കൊടുന്ന് പ്രാർത്ഥിക്കാൻ കൊടുക്കുന്നുണ്ടാവും, അങ്ങനെയുള്ള പ്രാർത്ഥനയാണ് അവരുടെ വിചാരം. ഇത് അവർക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു അപ്പാപ്പനെ കൊണ്ടാണ്, നന്നായിണ്ട്, ഇപ്പൊ എവിടെ അന്വേഷിക്കാന്നൊക്കെ പറഞ്ഞ് അവരും നമ്മളെ പഠിപ്പിക്കുക. ഞാൻ അവിടെ ഒക്കെ നോക്കി, ഈ മനുഷ്യനെ കാണാനില്ല. പള്ളിയിലേക്കൊക്കെ പോകുമ്പോ അവിടെ റോഡ് സൈഡിലുണ്ടോ അവിടെയൊക്കെ നോക്കി. അപ്പൊ ഇങ്ങോട്ട് ചിലപ്പോ വിചാരിച്ചിട്ടുണ്ടാവും നമുക്കതൊരു ബുദ്ധിമുട്ടാവില്ലേ, നമ്മളപ്പോ അവിടെ ഇരുന്നു, അപ്പൊ നമുക്ക് ബുദ്ധിമുട്ടാവണ്ട, അപ്പന അങ്ങനെയൊക്കെയുള്ള ഒരു സീൻ അവിടെ ഉണ്ടായി. അപ്പൊ ആള് വിചാരിച്ചിട്ടുണ്ടാവും കൂടുതൽ സ്വാതന്ത്ര്യത്തില് എവിടെയാണ് നിൽക്കാൻ പറ്റി, എവിടെയെങ്കിലും ചെന്ന് പെടാൻ വേണ്ടി ആള് ഇറങ്ങി നടന്ന് എവിടേക്കോ പോയി. അപ്പോ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം അതാണ്. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഞാന് ഈ ഒരു അർദ്ധപ്രാണന്റെ അനുഭവം. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ ബൈബിള് വായിക്കുക, ഖുറാൻ വായിക്കുക, ഭഗവത്ഗീത വായിക്കുക, പ്രസംഗിക്കുക, ഇതിനുള്ളതല്ല ഇത്. നമുക്ക് ഈ വായിച്ച ഈ തത്വങ്ങള്, ഈ ജീവിത മൂല്യങ്ങള്, ഈ വചനം, ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുമ്പോഴാണ് ഇതിനൊക്കെ നമ്മുടെ ജീവിതമൊക്കെ കൂടുതൽ അർത്ഥമുള്ളതാവുന്നത്. അപ്പൊ അതിൽ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഇത് 1996 ഈ സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണേ. അതിനുശേഷം 97 ഈ അപ്പാപ്പൻ വന്ന് പ്രാർത്ഥിച്ചു, ഇങ്ങനെയൊക്കെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു, ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു, പിന്നെ അപ്പാപ്പനെ കാണാൻ, പിന്നെ അപ്പാപ്പൻ പോയി. അതിനുശേഷം 97 ഞാൻ എൻ്റെ ജോലിയും പാസ്പോർട്ടും ഇതൊക്കെ വിസയും ഒക്കെ ഉപേക്ഷിച്ച് ഞാൻ വൈദികനാവാൻ വേണ്ടി സെമിനാരിൽ പോണത്. അങ്ങനെ 10-11 കൊല്ലത്തിന് ശേഷം, സെമിനാരിയിൽ പഠിക്കുമ്പോൾ 11 കൊല്ലത്തിന് ശേഷം ഞാനൊരു ബ്രേക്ക് എടുത്തിട്ട്, ഈ അപ്പാപ്പൻ എവിടെയായിരുന്നോ ഉണ്ടായിരുന്നേ ആ ആശ്രമത്തിൽ, ചെന്നായപ്പാറ ആകാശപ്പറവകളുടെ ദിവ്യഹൃദയ ആശ്രമത്തിൽ 1 വർഷം അവിടെ സേവനം ചെയ്യാനായിട്ട് കൂടി ദൈവം എന്നെ അനുഗ്രഹിച്ചു. അപ്പൊ ആ അപ്പാപ്പൻ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് കുറ്റിക്കലച്ചനായിരുന്നു. ഒരു 10-25 ആളുകളൊക്കെ ഉണ്ടാവുക ഉള്ളോ അവിടെ. പക്ഷെ ഞാൻ ചെല്ലുമ്പോഴേക്കും 10-11 കൊല്ലം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ അവിടേക്ക് ചെല്ലണേ സേവനത്തിനായിട്ട്. അപ്പൊ അവിടെ 350ഓളം ആളുകളുണ്ട്. അപ്പോ അങ്ങനെയുള്ള ഒരു സംഭവം നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കാനായിട്ട് നമ്മുടെ ഈ ആത്മീയ യാത്രയിൽ പങ്കുവെക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ ഓണക്കാലത്ത് മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ, നമുക്ക് കിട്ടുന്ന അനുദിന ജീവിതത്തില് കിട്ടുന്ന സാഹചര്യങ്ങളില് ഈ വിശക്കുന്നവരും വസ്ത്രമില്ലാത്തവരും അർദ്ധപ്രാണനൊക്കെ നമ്മൾ കാണും. അപ്പോ ഈ ഓണക്കാലത്ത് നമുക്ക് ഉള്ളത് പങ്കുവെക്കാൻ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അങ്ങനെ നിങ്ങൾ ചെയ്താൽ ഗാന്ധിജിക്കും മദർ തെരേസയ്ക്കും അബ്രഹാം ലിങ്കനും മാക്സിമിലിയൻ കോൾബയ്ക്കും മാത്രമല്ല, നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിത്യജീവന അവകാശികളാകാനും അനേകരുടെ ഹൃദയങ്ങളിൽ എന്നേക്കും വസിക്കാനും നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ ഇനിയും ഇതുപോലെ അർത്ഥവത്തായിട്ടുള്ള ഒത്തിരി അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ള നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ വണക്കം.